എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ഒക്ടോബർ 3-ാം തീയതി മുതൽ ഒക്ടോബർ 5-ാം തീയതി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾ നേരത്തെ നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ റിമൂവ് ചെയ്യപ്പെട്ടുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവൂ. കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആ ഒരു പുതിയ കോളേജിലേക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് കിട്ടിയ കോളേജിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാവൂ. അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് ഗവൺമെൻറ് കോളേജ് ഒഴികെ ഏതൊരു കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥികൾ ആയിരുന്നാലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് NOC സർട്ടിഫിക്കറ്റ് അതായത് നൽകേണ്ടതാണ്. NOC സർട്ടിഫിക്കറ്റ് സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് LBS വഴി ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറില്ല. കാരണം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലാണ് വിദ്യാർത്ഥികൾക്ക് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് ഉണ്ടാവാറുള്ളത്. കോളേജ് LBS വഴി ഇഷ്യൂ ചെയ്തത് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൻ്റെ കോഡ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവൂ. കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് അടുത്ത വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് NOC തന്നാൽ മാത്രമാണ് പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ട് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ഇനി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലൊക്കെ ഏകദേശം സീറ്റുകളൊക്കെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് മാറാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് മാത്രമേ ഓപ്ഷൻ ഉൾപ്പെടുത്താവൂ. കാരണം നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ എന്നൊരു കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇപ്പോൾ ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അവിടെ നിന്നും നിങ്ങൾ NOC വാങ്ങിച്ച്, ഗവൺമെൻറ് കോളേജിൽ ആണെങ്കിൽ NOCയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് NOC വാങ്ങിച്ച് നിങ്ങൾ ഇതിൽ പങ്കെടുത്തു, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, നിങ്ങൾക്ക് B എന്നൊരു കോളേജിലേക്കാണ് അല്ലെങ്കിൽ കോഴ്സിലേക്കാണ് മാറേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓപ്ഷൻ വെച്ച സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോവുകയും പുതിയ കോളേജിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് അവിടെ തന്നെ തുടരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സും കോളേജും തന്നെയാണ് ഓപ്ഷൻസ് ആയിട്ട് വെക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെച്ച ശേഷം നിങ്ങൾക്ക് സ്പെഷ്യലിൽ കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ കോളേജ് തന്നെ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പുതിയൊരു കോളേജ് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പുതുതായിട്ടൊരു കോളേജിൽ കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് ഓൾറെഡി പോയതിന് പുറമെ രണ്ടാമത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന സീറ്റ് കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം NRI കോട്ടയുടേതാണ്. NRI കോട്ടയിലേക്ക് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ NRI കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം NRI കോട്ടയിൽ നിങ്ങളെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത്, സ്പോൺസറുടെ ബന്ധുത്വ സർട്ടിഫിക്കറ്റ്, അതായത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ, അതായത് നിങ്ങളെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ വിസ, അതുപോലെ പാസ്പോർട്ട് എന്നിവയുടെ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ, അതായത് നിങ്ങൾ ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ ആ ഒരു വിസ അല്ലെങ്കിൽ പാസ്പോർട്ടിൽ കൃത്യമായിട്ട് അവർക്ക് എന്താണ് ജോബ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതായത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല എന്നാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് എന്താണ് ജോബ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ NRI കോട്ടയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം അഡ്മിഷനായിട്ട് എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു NRI കോട്ടയിലേക്ക്, അതായത് ബാക്കിയുള്ള അഡ്മിഷൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് കൂടാതെ NRI കോട്ടയിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിസ, OCI, അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതുപോലെ പൗരത്വരേഖ, ഗ്രീൻ കാർഡ്, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കോപ്പി എംബസി അല്ലെങ്കിൽ കൗൺസിലേറ്റ് അറ്റസ്റ്റ് ചെയ്ത് ഒറിജിനൽ ഹാജരാക്കണം. അഡ്മിഷൻ അവസാനിക്കുന്ന തീയതിക്ക് ശേഷം വിസ കാലാവധി ഉണ്ടായിരിക്കണം.
അതുപോലെ തന്നെ വിസയിൽ സ്പോൺസറിൻ്റെ ജോലി പരാമർശിച്ചിട്ടില്ല എങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഒറിജിനൽ സമർപ്പിക്കണം. അതുപോലെ NRI എംബസി അറ്റസ്റ്റ് ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് NRI സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്തത് ഹാജരാക്കണം. സ്പോൺസർ ചെയ്യുന്ന ബന്ധു വിദേശത്താണെങ്കിൽ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്ന ബന്ധുവിൻ്റെ സ്വാൻ അഫിഡവിറ്റ് നിശ്ചിത മാതൃകയിൽ ഉള്ളത് എംബസി അറ്റസ്റ്റേഷൻ ചെയ്ത് സമർപ്പിക്കണം. സ്പോൺസർ ചെയ്യുന്ന ബന്ധു നാട്ടിൽ അവധിയിലാണെങ്കിൽ 200 രൂപയുടെ മുദ്രപത്രത്തിൽ നോട്ടറി അഫിഡവിറ്റ് സമർപ്പിക്കണം. മാതൃക LBSൻ്റെ അതുപോലെ സിമെറ്റിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ വിസയുടെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത്, വിസയിൽ സ്പോൺസറുടെ ജോലി പരാമർശിച്ചിട്ടില്ല എങ്കിൽ എംപ്ലോയി നൽകുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ എംബസി അറ്റസ്റ്റ് ചെയ്തതിൻ്റെ ഒറിജിനൽ ഹാജരാക്കണം. അതുപോലെ എല്ലാ രേഖകളിലും എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്. അതുപോലെ എല്ലാ രേഖകളുടെയും ഒറിജിനൽ ഹാജരാക്കണം. എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒരു NRI കോട്ടയിലേക്കുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ NRI കോട്ടയിലേക്ക് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് NRI ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എന്നത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. NRI കോട്ടയിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷന് പോകുന്ന സമയത്ത് NRI ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നാണെങ്കിൽ കോളേജിൽ നിന്ന് ഒരു അഡ്മിഷൻ തരുന്നതല്ല. അതായത് ഒരു ഡോക്യുമെൻറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതല്ല NRI കോട്ടയിൽ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് NRI കോട്ടയിൽ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആദ്യം തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ സമയത്ത് എല്ലാവിധ ഡോക്യുമെൻറ്റ്സും കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഫീസിനെ അപേക്ഷിച്ച് NRI സീറ്റിൽ ഏകദേശം ഒരു 30,000-ഓളം രൂപ ഓരോ വർഷം ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നഴ്സിംഗ് ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഫീസ് വരുന്നത് 1,10,000-ഓളം രൂപയാണ് ഈ ഒരു ആദ്യ വർഷത്തെ ഈ ഒരു ട്യൂഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ് ഒക്കെ ആയിട്ട് വരിക. NRI സീറ്റ് ആണെങ്കിൽ ഏകദേശം 1,50,000 രൂപയാണ് ട്യൂഷൻ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിൽ ഫീസ് വരുന്നത് കൊണ്ട് തന്നെ NRI കോട്ടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിദ്യാർത്ഥികൾ NRI കോട്ടയിൽ ഓപ്ഷൻ വെക്കുക. ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ വിദ്യാർത്ഥികൾ NRI കോട്ടയിലേക്ക് ഓപ്ഷൻ നൽകേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും പിന്നീട് മറ്റ് ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു പിന്നീട് ഹാജരാക്കുന്നതിനായിട്ട് സമയം അനുവദിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മുൻ വർഷങ്ങളിലൊക്കെ പല വിദ്യാർത്ഥികളും NRI കോട്ടയിൽ അറിയാതെ ഓപ്ഷൻ വെക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ കോളേജിൽ പോയ സമയത്ത് അലോട്ട്മെൻറ്റ്, അതായത് ആവശ്യമായിട്ടുള്ള അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള NRI ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് അഡ്മിഷൻ കൊടുക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും നിങ്ങൾ NOC വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും എവിടെയും പുതുതായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ആദ്യത്തെ സീറ്റ് അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അതായത് ആദ്യം നിങ്ങൾ അഡ്മിഷൻ നേടിയ ഏത് കോളേജാണോ അവിടുത്തെ സീറ്റ് നിങ്ങൾക്ക് അവിടെ തന്നെ തുടരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ നവംബർ 1-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ നാളെ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു കോളേജും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടി വരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.